KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ ആധുനിക സജ്ജീകരണം ഉറപ്പുവരുത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലിക്കുന്നവർക്ക് അതേ ഗ്രൗണ്ടിൽ തന്നെ ടെസ്റ്റ് നടത്തും. സമരം കാരണം മുടങ്ങിയ ടെസ്റ്റുകളിൽ ആശങ്ക വേണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് അടിയന്തര നിർദ്ദേശം നൽകിയെന്നും മന്ത്രി 24നോട്. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അത് ഇന്ന് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. നമുക്കൊപ്പം ചേരുന്നത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. നമസ്കാരം മിസ്റ്റർ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അത് യാഥാർത്ഥ്യമാവുകയാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ചിലുള്ള സീറ്റ് തന്നെ ഫുള്ളായി കഴിഞ്ഞു. കാരണം വളരെ താല്പര്യത്തിലാണ് പൊതുജനങ്ങൾ വളരെ നല്ല താല്പര്യത്തിലാണ്. നല്ല രീതിയിൽ പഠിച്ചിറങ്ങണം, നല്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ള നിലയിൽ നമ്മൾ ഹെവി ലൈസൻസും എടുത്തു കൊടുക്കുന്നുണ്ട്. കാറിനും സ്കൂട്ടറിനും എല്ലാം ഉണ്ട്. എല്ലാം പുതിയ വാഹനങ്ങൾ, പുതിയ ബൈക്ക്, പുതിയ കാറ്, പിന്നെ സിമുലേറ്റർ സംവിധാനമാണ്. വണ്ടി ഓടിച്ച് പഠിക്കാൻ എല്ലാ തിയറി ക്ലാസ് എല്ലാം ഉണ്ട്. അതിനോടൊപ്പം ഞങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്ന പോലെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ചിഹ്നങ്ങൾ, റോഡിലുള്ള മാർക്കിങ് ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക് ഒരു കുട്ടി ചേരുമ്പോൾ ആ കുട്ടിക്ക് അതുകൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതാനും മാസങ്ങൾക്കുള്ള ഒരു ആപ്പിൽ വരും. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാം. പിന്നെ ലേണേഴ്സ് പരീക്ഷ എഴുതി മോക്ക് ലേണേഴ്സ് ടെസ്റ്റ്, അത് ഗൾഫിലുള്ളൊരു സംഭവമാണ്, അതിവിടെ വരെയാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് മോക്കായിട്ട് നമുക്ക് ഈ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാം. അത് പുതിയ പരിഷ്കാരമാണ്. അത് നമ്മളിപ്പോൾ ഉടനെ കൊണ്ടുവരും. ഇപ്പോൾ മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, എന്തൊക്കെ തരം സേവനമാണ് അവർക്ക് അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താണ്? അങ്ങനെ തിയറി ക്ലാസ് ഉണ്ടാവും, ട്രാഫിക് റൂൾസിനെ പറ്റിയുള്ള അവയർനെസ്, ട്രാഫിക് ഡിസിപ്ലിൻ, ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്നൊരു സാധനമുണ്ട്. നമ്മുടെ രാജ്യത്ത് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഇതിലുണ്ടാവുക. പിന്നെ അത്യാവശ്യം വണ്ടിയെക്കുറിച്ചൊരു നോളജ്, എന്താണ് എൻജിൻ, എന്താണ് ഗിയർ, എന്താണ് ക്ലച്ച്, ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നുള്ള കാര്യമൊക്കെ ആദ്യം പഠിപ്പിക്കും. ആദ്യഘട്ടത്തിൽ നമുക്ക് എവിടെയൊക്കെയാണ് സ്കൂളുകൾ ഒരുങ്ങുന്നത്? ഇപ്പോൾ ഞങ്ങൾ സ്ഥലം നോക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ചാത്തന്നൂർ, ചടയമംഗലം, കൊല്ലമുണ്ട്, ചാലക്കുടി, പെരുമ്പാവൂർ, 10-11 സ്ഥലങ്ങളിലാണ് ആദ്യം തോന്നുന്നത്. 23 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ തന്നെയായി. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? നാളെ മുതൽ നമുക്ക് നമ്മളെല്ലാ സംവിധാനം സിമുലേറ്റർ ഒരെണ്ണം വരാനുണ്ട്. ഹെവി വെഹിക്കിളിൻ്റെ ബസ്സിനുള്ള ഒന്ന് വയ്ക്കുന്നുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഹെവി വെഹിക്കിളിന് ഒരെണ്ണം വയ്ക്കുന്നുണ്ട്. ഏതാണ്ട് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. സാധനം ഓർഡർ ചെയ്തു. തൊഴിലാളികളുടെ സമരം നടക്കുന്ന സമയത്ത് ഭയങ്കരമായി ഇപ്പോൾ ചില പ്രതിസന്ധി, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കാത്തൊരു വിഷയം ഉണ്ടായിരുന്നു. പൂർണ്ണമായി ഈ ഘട്ടത്തിൽ മാറിയിട്ടുണ്ട് മിസ്റ്റർ. ഈ അഡീഷണലായിട്ട് ഈ ബാക്ക്ലോഗ് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഷനുകളിൽ ഒരു സെറ്റ് MBA രണ്ടുപേരും കൂടെ ഒരു AMBA ഒരു MBA ശ്രമിച്ചുകൊണ്ട് ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടാം. ഈ ബാക്ക്ലോഗ് ശരിയാകുന്നത് വരെ എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ബാക്ക്ലോഗ് മാറിക്കിട്ടും. ഒരു 50 ദിവസം 60 ദിവസത്തിനുള്ളിൽ ഈ ബാക്ക്ലോഗ് മാറും. ഇത്തരത്തിലാണ് ഗതാഗത മന്ത്രിക്ക് പറയാനുള്ളത്. എന്തായാലും KSRTCയുടെ തന്നെ അഭിമാനമാകാൻ പോകുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അതിന് നേരുകയാണ്. സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.